ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ കുറ്റപത്രം ഉടനില്ല. SIT അന്വേഷണത്തിന് കൂടുതൽ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. ഷബ്നയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷബ്ന, അപ്പോൾ കുറ്റപത്രം ഇല്ല എന്നാണല്ലോ പറയുന്നത്. എന്തുകൊണ്ട് വൈകുന്നു? എന്താണ് ഈ പുതിയ കേസ്? പ്രശാന്തിനെ ഉൾപ്പെടുത്തിയുള്ള കേസ് എടുക്കുന്നതിലുള്ള അനിശ്ചിതത്വമാണോ, അല്ലെങ്കിൽ അതിലുള്ള കൺഫ്യൂഷനാണോ? പുതിയ കേസായി എടുക്കുന്നതോ അല്ലെങ്കിൽ ഇതുമായി ചേർത്ത് അന്വേഷിക്കുന്നതാണോ? എന്താണ് ഈ കുറ്റപത്രം വൈകുന്നതിനായി സംബന്ധിച്ച് പറയുന്നത്? എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? വിവരങ്ങൾ. ശ്യാമിലി, ഏതായാലും ഇപ്പോൾ കോടതി നടപടികൾ പുരോഗമിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ഏതായാലും വൈകുന്നേരം ഉത്തരവ് വരുന്നതോടുകൂടി മാത്രമേ വ്യക്തമാകൂ. അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇന്ന് നേരിട്ട് കോടതിയിൽ ഹാജരായിട്ടുണ്ട്. നേരിട്ട് ഹാജരായി ഇതിൻ്റെ അന്വേഷണ പുരോഗതി അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോടതി നേരത്തെ ഇതിൽ കുറ്റപത്രം നേരത്തെ സമർപ്പിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കുറ്റപത്രം സമർപ്പിക്കണം എന്നൊരു നിർദ്ദേശം കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിക്കുമ്പോൾ പറഞ്ഞിരുന്നു, SITയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതിൽ കൂടുതൽ സമയം ആവശ്യമുണ്ട്. 2015 ഈ സ്വർണ്ണം പൂശലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നതിന് കൂടുതൽ സാവകാശം വേണം എന്നാണ് SIT കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും SIT ഇത്തരത്തിൽ സാവകാശം ആവശ്യപ്പെട്ട സ്ഥിതിക്ക് അതിനുള്ളൊരു സമയം അനുവദിക്കാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ഉടൻ കുറ്റപത്രം സമർപ്പിക്കില്ല. പക്ഷേ കൂടുതൽ സമയം അനുവദിക്കാൻ പറ്റില്ല എന്ന് ദേവസ്വം ബെഞ്ച് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. കാരണം ഇപ്പോൾ പുതിയ പ്രതി ചേർത്ത ആളുകളുടെ ലിസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഒരുപക്ഷെ ഇന്ന് കോടതിക്ക് സമർപ്പിച്ചിട്ടുണ്ടാകുക. ആരെയൊക്കെ പ്രതി ചേർത്തു എന്നത് സംബന്ധിച്ച് ഇനിയിപ്പോൾ അതിൽ അന്വേഷണം നടത്തേണ്ടി വരും. അതോടൊപ്പം തന്നെ ഫോറൻസിക് പരിശോധനാ ഫലങ്ങൾ ലഭിച്ചിട്ടില്ല എന്ന് കഴിഞ്ഞ തവണ കേസ് പരിഗണിക്കുമ്പോൾ കോടതിയിൽ അന്വേഷണ സംഘം അറിയിച്ചിരുന്നു. അത്തരത്തിലുള്ള വിശദാംശങ്ങളൊക്കെ വൈകിട്ടോടെ ഈ കോടതിയുടെ ഇടക്കാല ഉത്തരവ് വരുന്നതോടുകൂടി മാത്രമേ നമുക്ക് വ്യക്തമാകൂ. ഏതായാലും ഇപ്പോൾ കൂടുതൽ സമയം ആവശ്യമുണ്ട് എന്ന് SIT അറിയിച്ചിട്ടുണ്ട്. ശരി, ഷബ്നയാണ് വിവരങ്ങൾ നൽകിയത്.